കേരളത്തിലെ നായന്മാർ 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കേരളത്തിലെ രാജവംശങ്ങളും ഭരണവംശങ്ങളും ആയിരുന്നു എന്നതിൻ്റെ ആദ്യ സൂചന കിട്ടുന്നത് മഹാഭാരതത്തിലും രാമായണത്തിലുമാണ്. ഇത് ഡീറ്റെയിൽ ആയിട്ട് ദ ഫാൾ ഓഫ് ഹിന്ദു സൊസൈറ്റി എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ അത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. മറ്റു ചില പുസ്തകങ്ങളിലും അതിൻ്റെ റെഫറൻസ് ഉണ്ട്. അത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുള്ളത് CV വൈദ്യ എഴുതിയ ദ ഫാൾ ഓഫ് ഹിന്ദു സൊസൈറ്റി എന്ന് പറയുന്ന പുസ്തകത്തിലാണത് കൂടുതലായിട്ട്, അതായത് ഡീറ്റെയിൽ ആയിട്ട് അതിൽ പറഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞ് 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള കേരളത്തിലെ നായർ സാന്നിധ്യത്തെക്കുറിച്ചും നായർ ഭരണാധികാരികളെക്കുറിച്ചും ലഭിക്കുന്ന ഒരു റെഫറൻസ് ചന്ദ്രഗുപ്ത മൗര്യൻ്റെ രാജസദസ്സിൽ സന്ദർശകനായിരുന്ന ഗ്രീക്ക് അംബാസഡറായിരുന്ന മെഗസ്തനീസ്, അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളിൽ നിന്നുമാണ് അത് കിട്ടിയിട്ടുള്ളത്. മെഗസ്തനീസ് BC 300 ആണ്ടിൽ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ രാജസദസ്സിലെ സന്ദർശകനായിരുന്ന ഒരു സഞ്ചാരിയായിരുന്നു. അപ്പോൾ BC 300 തന്നെ അദ്ദേഹം നായന്മാരെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് അന്നത്തെ കേരളം ചേര സാമ്രാജ്യം എന്നറിയപ്പെട്ടിരുന്നു. ഈ നായന്മാരാണ് ചേരന്മാർ എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ഇതിൽ സൂചിപ്പിച്ചിട്ടുള്ള ഒരു കൗതുകകരമായിട്ടുള്ള ഒരു വസ്തുത എന്ന് പറഞ്ഞാൽ, ഈ ചേര സാമ്രാജ്യം, അതായത് നായന്മാരുടെ ഈ സാമ്രാജ്യം ഫീമെയിൽ സോവറൻസ്, അതായത് വനിതാ പരമാധികാരികൾ നിയന്ത്രിച്ചിരുന്നു എന്നുള്ളതാണ്. അതായത് പെണ്ണധികാരം, അതായത് പെൺ കോയ്മ നിലനിന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു ഈ ചേര സാമ്രാജ്യമെന്ന് BC 300 നായന്മാരെക്കുറിച്ച് രേഖപ്പെടുത്തിയതിൻ്റെ കൂടെ മെഗസ്തനീസ് അദ്ദേഹം അത് പരാമർശിച്ചിട്ടുണ്ട്. മെഗസ്തനീസിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു വർക്കാണ് ഇൻഡിക്ക എന്ന് പറയുന്ന പുസ്തകം. ചേരന്മാർ നായന്മാരായിരുന്നു കേരളത്തിലെ രാജവംശം, നായർ രാജവംശമായിരുന്നു എന്ന് നമുക്ക് പിന്നീട് കിട്ടുന്ന തെളിവ് അശോക ശാസനത്തിൽ നിന്നുമാണ്. അശോകൻ്റെ 2ാം ശാസനത്തിൽ പറഞ്ഞിരിക്കുന്നത് കേരളം ഭരിച്ചിരുന്നത് കേരളപുത്രർ എന്നറിയപ്പെട്ടിരുന്ന നായന്മാർ ആണെന്ന് അതിൽ പറഞ്ഞിട്ടുണ്ട്. ഇവരെ മറ്റു ചില പേരുകളിലും അറിയപ്പെട്ടിരുന്നു. കേരളപുത്രർ, സത്യപുത്രർ, സ്ത്രീപുത്രർ, സഹ്യപുത്രർ, ഇങ്ങനെ 4 പേരുകളിൽ അറിയപ്പെട്ടിരുന്നു. സ്ത്രീപുത്രർ എന്ന് പറഞ്ഞിരിക്കുന്നതിനുള്ള കാരണം സ്ത്രീകൾക്ക് മേൽക്കോയ്മ നൽകിയത് കൊണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അശോകൻ്റെ ശിലാശാസനം 2 ഇത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഗസറ്റിയർ ഓഫ് ഇന്ത്യ ദി ആർട്ട് ഓഫ് അറ്റാക്ക് 1885 എഴുതിയ ഒരു പുസ്തകമാണ്. അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഗസറ്റിയർ ഓഫ് ഇന്ത്യയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു KK അയ്യർ എഴുതിയ ഹിസ്റ്ററി ഓഫ് കേരള എന്ന് പറയുന്ന പുസ്തകത്തിലും മറ്റു ചില പുസ്തകങ്ങളിലും ഇത് പറഞ്ഞിട്ടുണ്ട്. സംഘകാലഘട്ടത്തിൽ നിന്നും ലഭിക്കുന്ന സംഘകാലഘട്ട കൃതികളിൽ നിന്ന് ലഭിക്കുന്നതാണ് മറ്റൊരു തെളിവ്. നായർ കിങ്സ് ഫ്രം നോർത്ത് ഇന്ത്യ കോൺക്വേർഡ് സൗത്ത് ഇന്ത്യ ആൻഡ് സിലോൺ, അതായത് വടക്ക് നിന്നും നായർ രാജാക്കന്മാർ, അത് സംഘകാല കൃതികളിൽ നാഗർ എന്നുള്ളതിന് നായർ എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. നായർ രാജാക്കന്മാർ ഏകദേശം BC 4-ാം നൂറ്റാണ്ടിനും 5-ാം നൂറ്റാണ്ടിനും ഇടയ്ക്ക്, അതായത് ഏകദേശം ഒരു 2500 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലും തെക്കേ ഇന്ത്യയിലും എത്തി. തെക്കേ ഇന്ത്യയും കേരളവും ശ്രീലങ്കയും അവർ കോളനികളാക്കി മാറ്റി എന്ന് സംഘകാല കൃതികളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ നായന്മാർ തെക്കേ ഇന്ത്യയെ കോളനികളാക്കി മാറ്റുക മാത്രമല്ല, ശ്രീലങ്കയുടെ പേര് അവർ നാഗമണ്ഡലം എന്ന് മാറ്റിയിട്ടുണ്ട്. രത്നദ്വീപ് എന്നായിരുന്നു അതിൻ്റെ പഴയ പേര്. അതിനെ ഈ നായന്മാർ അതിനെ നാഗമണ്ഡലം എന്നുള്ള ആ പേരിലോട്ട് മാറ്റിയതായി സംഘകാല കൃതികളിൽ പറഞ്ഞിട്ടുണ്ട്. ഈ സംഘകാല കൃതി പിൽക്കാല കൃതികളായിട്ടുള്ള മണിമേഖല മുതലായിട്ടുള്ള കൃതികൾ പറഞ്ഞിട്ടുള്ളത് ഈ നായന്മാർ അവരുടെ ഭാഷയായ
ഈ പാലി ഭാഷയോടും സംസ്കൃതത്തിൻ്റെ പൂർവ്വരൂപമായ പ്രാകൃതം, പാലി മുതലായ ഭാഷകളോട് സാമ്യമുള്ള ഭാഷയോ പാലി ഭാഷയോ തന്നെയാണ് നായന്മാർ സംസാരിച്ചിരുന്നത്. അതിന് തമിഴിനോട് കൂട്ടിച്ചേർത്ത് പുതിയ ഭാഷകൾ ഡെവലപ്പ് ചെയ്തു എന്ന് അതിൽ പറഞ്ഞിട്ടുണ്ട് സംഘകാല കൃതികളിൽ. നമുക്ക് കിട്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട റെഫറൻസ് ചേരന്മാർ എന്ന് പറയുന്നത് നായന്മാർ തന്നെയെന്ന് വില്യം ലോഗൻ്റെ ഈ മലബാർ മാനുവലിൽ വളരെ വ്യക്തമായി പല സ്ഥലങ്ങളിലും അത് സൂചിപ്പിച്ചിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചേരന്മാർ തന്നെയാണ് നായന്മാർ എന്ന് അത് പല സ്ഥലങ്ങളിലും വില്യം ലോഗൻ്റെ മലബാർ മാനുവൽ ഫസ്റ്റ് വോളിയം 1 അത് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, നമുക്ക് ഗസറ്റിയർ ഓഫ് ഇന്ത്യ, ആർട്ട് ഓഫ് അറ്റാക്ക് മുതലായിട്ടുള്ള പുസ്തകങ്ങളിൽ നിന്നും നമുക്കത് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് കിട്ടുന്നത് പ്ലിനി ദി എൽഡർ, പ്ലിനി ഒന്നാമൻ്റെ ഒരു പരാമർശം, ഒരു റെഫറൻസ് ഉണ്ട് നായന്മാരെക്കുറിച്ച്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ പ്ലിനി ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു ഗ്രീക്ക് സഞ്ചാരിയായിരുന്നു. അപ്പോൾ അദ്ദേഹം പ്ലിനി ഫസ്റ്റ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, നായർ കിങ്സ് ഓഫ് ആൻഷ്യൻ കേരള. അവിടെ കേരളത്തിലെ പഴയ പ്രാചീന കേരളത്തിലെ ഭരണാധികാരികൾ നായന്മാരായിരുന്നു. ഇവിടെ ഇദ്ദേഹവും എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, സ്ത്രീകൾ ഭരിക്കുന്ന ഇന്ത്യയിലെ ഏക രാജ്യം കേരളം എന്ന് പ്ലിനിയും പറഞ്ഞിട്ടുണ്ട്. ഇത് കൂടുതലായിട്ട് അതിനെ ഡീറ്റെയിൽ ചെയ്ത് പറഞ്ഞിട്ടുള്ളത് പ്രിമിറ്റീവ് സിവിലൈസേഷൻസ് എന്ന് പറയുന്ന പുസ്തകത്തിലും ബുദ്ധിസം ഇൻ കേരള മുതലായ പുസ്തകങ്ങളിൽ ഇതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മറ്റു ചില ഗ്രന്ഥങ്ങളിലും ഇതിൻ്റെ റെഫറൻസ് കാണാവുന്നതാണ്. മേജറായിട്ടുള്ള റെഫറൻസസ് മാത്രമാണ് നമ്മൾ ഇവിടെ സൂചിപ്പിക്കുന്നത്. അടുത്തതായിട്ട് പറഞ്ഞിട്ട് വിക്ടർ ഓഫ് സർക്കംസ്റ്റൻസസ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ അന്നത്തെ മിഷണറി ആയിരുന്ന ഫ്രാങ്ക് ഡിസൂസ പറഞ്ഞിട്ടുണ്ട്, ചേരന്മാർ എന്ന് പറയുന്നത് നായന്മാർ തന്നെയാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അഗെയിൻ ഈ മലബാർ മാനുവൽ വോളിയം 1 വില്യം ലോഗൻ പറഞ്ഞിട്ടുള്ളത്, മലബാറിൻ്റെ അന്നത്തെ കളക്ടറായിരുന്നു അദ്ദേഹം, പറഞ്ഞിട്ടുള്ളത് റവന്യൂ രേഖകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, കേരളത്തിൽ ആര്യന്മാരുടെ സമ്പ്രദായം ഏർപ്പെടുത്തിയ ക്ഷത്രിയരാണ് നായന്മാർ. ദേ വേർ ദി അബോറിജിനൽ റൂളിംഗ് റേസസ് ഓഫ് കേരള എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ നായന്മാർ കേരളത്തിൻ്റെ അബോറിജിനൽ എന്ന് പറഞ്ഞാൽ ആദ്യം നിലനിന്നിരുന്ന, ആദ്യകാലത്തെ, ആദ്യമേ ഉള്ള എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നായേഴ്സ് വേർ ദി അബോറിജിനൽ റൂളിംഗ് റേസ് ഓർ റൂളിംഗ് ക്ലാസ് എന്ന് മലബാർ മാനുവൽ വോളിയം 1 വില്യം ലോഗൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഡച്ച് മിഷണറി ആയിരുന്ന ഡി മെൽഹോ, അദ്ദേഹത്തിന് കിട്ടിയ തെളിവുകളുടെയും ആധികാരിക രേഖകളുടെയും അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, നായേഴ്സ് എന്ന് പറയുന്നത് സൂര്യവംശികളായിട്ടുള്ള ചേരന്മാരാണ് നായന്മാരെന്ന് ഡച്ച് മിഷണറി ഡി മെൽഹോ പറഞ്ഞിട്ടുണ്ട്. ചോളന്മാർ ചന്ദ്രവംശികളെന്നും പാണ്ഡ്യന്മാർ അഗ്നിവംശികളെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ആദ്യം അദ്ദേഹം പറയുന്നത് കേരളം ഭരിച്ചിരുന്ന ചേരന്മാരായ നായന്മാർ സൂര്യവംശികൾ ആണ് എന്നാണ് ഡച്ച് മിഷണറി ആയിട്ടുള്ള ഡി മെൽഹോ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അടുത്തത് ഒരു മേജറായിട്ടുള്ള ഒരു റെഫറൻസാണ്. നമ്മളിപ്പോൾ ഈ മേജർ ആൻഡ് മെച്ചുറായിട്ടുള്ള റെഫറൻസുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ. കേരളത്തിലെ രാജാക്കന്മാരും നാടുവാഴികളും ക്ഷത്രിയരും മരുമക്കത്തായികളുമായ നായന്മാരായിരുന്നു എന്ന് 1321 മുതൽ 24 വരെ കൊല്ലത്ത് കത്തോലിക്ക മിഷണറി ആയിരുന്ന ഫ്രയർ ജോർസാനൂസ് എന്ന മിഷണറി മാർപ്പാപ്പയ്ക്ക് അയച്ച കത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1321 മുതൽ 24 വരെ കൊല്ലത്ത് മിഷണറി ആയിരുന്ന മാർപ്പാപ്പയുടെ ദൂതനായിട്ട് വന്ന ഫ്രയർ ജോർസാനൂസ് അദ്ദേഹം പാപ്പയ്ക്ക് അയച്ച കത്തിൽ പറഞ്ഞിരിക്കുന്നത്, കേരളത്തിലെ രാജാക്കന്മാരും നാടുവാഴികളും മരുമക്കത്തായികളും ക്ഷത്രിയരുമായിട്ടുള്ള നായന്മാരാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
വേറെ ഒരു റെഫറൻസ്, എട്ടുവീട്ടിൽ പിള്ളമാർ ക്ഷത്രിയരും ചേര വംശജരുമായി ബന്ധമുള്ളവരുമായിരുന്നുവെന്ന് ഡച്ച് ഗവർണർ ഗളിനോസ് പറഞ്ഞിട്ടുണ്ട്. ഈ ഡച്ച് റെക്കോർഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. തിരുവിതാംകൂർ പ്രദേശങ്ങളുമായിട്ടും മലബാറിലെ മറ്റു പ്രദേശങ്ങളിലെ ജനങ്ങളും ഭരണകർത്താക്കളുമായിട്ട് അടുത്ത് ഇടപഴകിയ ഒരു വിഭാഗം ആൾക്കാരാണ് ഡച്ചുകാർ. അപ്പോൾ ദ ഡച്ച് ഇൻ മലബാർ എന്ന് പറയുന്ന പുസ്തകത്തിൽ ധാരാളം റെഫറൻസുകളുണ്ട്. അപ്പോൾ എട്ടുവീട്ടിൽ പിള്ളമാർ ക്ഷത്രിയരും ചേരവംശജരുമായി ബന്ധമുള്ളവരുമായിട്ടുള്ള ആൾക്കാരാണെന്ന് ഡച്ച് ഗവർണർ അന്ന് തിരുവിതാംകൂറിൽ മാർത്താണ്ഡവർമ്മയുമായിട്ടൊക്കെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ആൾക്കാരാണ് ഡച്ചുകാർ, ഡിലനോ ഉൾപ്പെടെയുള്ള ആൾക്കാർ. അപ്പം അവരുടെ റെഫറൻസുകളിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. കഴക്കൂട്ടത്ത് പിള്ളയുടെ പേര് ചേര രാജവംശത്തിൽ നിന്നും കിട്ടിയിട്ടുള്ള കലയപ്പെരുമാൾ ആണെന്ന് ഇദ്ദേഹവും പറഞ്ഞിട്ടുണ്ട്. കൂടാതെ കേരള സാഹിത്യ ചരിത്രം വോളിയം 1 അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വേറൊരു കൗതുകരമായിട്ടുള്ള ഒരു റെഫറൻസ് എന്ന് പറയുന്നത് ആനായർ തീട്ട്. ആനായർ തീട്ട് എന്താണ്? അതായത് ഗുജറാത്തിലെ ദ്വാരകയിൽ നിന്നും കേരളത്തിലോട്ട് കുടിയേറിയ ആര്യ യദുവംശികളായിട്ടുള്ള ജനവിഭാഗത്തിന് അവരായിരുന്നു പിന്നീട് ആയി രാജവംശമായിട്ട് മാറിയത്. അപ്പോൾ ഈ ആയി രാജവംശത്തെ നായർ വംശത്തിൽ ലയിപ്പിച്ചുകൊണ്ടുള്ള ഒരു തീട്ടെന്ന് പറഞ്ഞാൽ തിട്ടൂരം, തമിഴിൽ തീട്ട് എന്ന് പറയും, മലയാളത്തിൽ തിട്ടൂരം എന്ന് പറയുന്നു, അതായത് സാക്ഷ്യപത്രം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാക്ഷ്യപത്രത്തിൻ്റെ പേരാണ് ആനായർ തീട്ട്. വേറെ ഒരു റെഫറൻസ്, രാമർ തിരുവടി കുലശേഖര ചക്രവർത്തി രാമവർമ്മ മാർത്താണ്ഡവർമ്മ കുലശേഖര പെരുമാൾ. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ചേരന്മാരായ നായന്മാർ ക്ഷത്രിയരാണെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ശിലാശാസനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ചേരന്മാരായിട്ടുള്ള നായന്മാർ ക്ഷത്രിയരാണ്. വേണാടും തിരുവിതാംകൂറും എന്ന പുസ്തകത്തിലും മറ്റ് ചില പുസ്തകങ്ങളിലും ഇതിൻ്റെ റെഫറൻസ് ഡീറ്റെയിൽസ് വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 10-ാം നൂറ്റാണ്ടിൽ ചേര ചോള യുദ്ധമുണ്ടായ സമയത്ത് ചേര സാമ്രാജ്യത്തിൻ്റെ ഭാഗത്ത് ധാരാളം നാശനഷ്ടങ്ങളുണ്ടായി ചോളന്മാരിൽ നിന്നും. പക്ഷെ നായർ ചാവേറുകൾ, ഇപ്പം ആ ശിലാശാസനത്തിൽ പറഞ്ഞിട്ടുള്ളത് ക്ഷത്രിയരായ നായർ ചാവേറുകൾ ഈ സൂയിസൈഡ് സ്ക്വാഡ്സ് ഉണ്ടാക്കി ചോളന്മാരെ ആക്രമിച്ചതിൻ്റെ ഫലമായിട്ട് ചോളന്മാർ തൽക്കാലം യുദ്ധത്തിൽ നിന്ന് പിന്തിരിയാമെന്ന് തീരുമാനിക്കുകയും അവർ തിരിച്ചു പോവുകയും ചെയ്തു എന്നാണ് ആ ശിലാശാസനത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇളമ്പയിൽ പണ്ടാല, വടയാറ്റുപിള്ള എന്നീ നായർ കുടുംബങ്ങൾ സാമന്ത ക്ഷത്രിയരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇളമ്പയിൽ പണ്ടാല, വടയാറ്റുപിള്ള എന്നീ നായർ കുടുംബങ്ങൾ സാമന്ത ക്ഷത്രിയരാണെന്ന് വേണാടും തിരുവിതാംകൂറും എന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. കുലശേഖര പെരുമാൾസ് ഓഫ് ട്രാവൻകൂർ എന്ന പുസ്തകത്തിലും അതിൻ്റെ റെഫറൻസ് ഉണ്ട്. സാമൂതിരി, ഇളയിടത്ത് സ്വരൂപം, ചിറക്കൽ രാജവംശം, തെക്കൻകൂർ രാജവംശം, വടക്കൻകൂർ രാജവംശം ഇവരെല്ലാം ക്ഷത്രിയ നായന്മാരാണെന്ന് ഡച്ച് ഇൻ മലബാർ എന്ന് പറയുന്ന പുസ്തകത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല മാർഷ്യൽ റൈസസ് ഓഫ് അൺഡിവൈഡഡ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകത്തിലും അത് റെഫർ ചെയ്തിട്ടുണ്ട്. സാമൂതിരി, ഇളയടത്ത് സ്വരൂപം, ചിറക്കൽ രാജവംശം, തെക്കൻകൂർ, വടക്കൻകൂർ രാജാക്കന്മാർ ഇവരെല്ലാം ക്ഷത്രിയ നായരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. തിരുവിതാംകൂർ രാജവംശം നായർ വംശജരാണെന്ന് തിരുവിതാംകൂർ കൊട്ടാരത്തിലെ കൊട്ടാര വൈദ്യനായിരുന്ന പാച്ചു മൂത്തത്. അദ്ദേഹം തിരുവിതാംകൂർ കൊട്ടാരത്തിൽ 2-3 വർഷം സ്റ്റേ ചെയ്ത വ്യക്തിയായിരുന്നു. അദ്ദേഹം ധാരാളം രേഖകളും ഓലകളും ചുരുണകളും അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കേരള ചരിത്രം എന്നൊരു പുസ്തകം, തിരുവിതാംകൂർ ചരിത്രം എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, പാച്ചു മൂത്തത്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് തിരുവിതാംകൂർ രാജവംശം നായർ വംശജർ എന്നാണ്. അതുപോലെ തന്നെ തിരുവിതാംകൂർ രാജാക്കന്മാർ കോലത്തിരി, തിരുവിതാംകൂർ രാജാക്കന്മാർ ക്ഷത്രിയ കോലത്തിരി എന്നിവർ നായർ വംശജരാണെന്ന് ഡച്ച് ഇൻ മലബാറിലും മാർഷ്യൽ റൈസസ് ഓഫ് അൺഡിവൈഡഡ് ഇന്ത്യ എന്നീ പുസ്തകങ്ങളിലും പറയുന്നുണ്ട്. പഴശ്ശിരാജയുടെ
പുറനാട്ടു സ്വരൂപം രജപുത്ര നായർ ആണെന്ന് മലബാർ മാനുവൽ വോളിയം 1 പറയുന്നുണ്ട്. അതായത് പുറനാട്ടു സ്വരൂപം എന്ന് പറയുന്നത് പരദേശി ക്ഷത്രിയർ അല്ലെങ്കിൽ പുറം നാട്ടിൽ നിന്നും വന്ന ക്ഷത്രിയർ ആണ്. അത് അവർ രജപുത്രരാണെന്നും അവർ പിന്നീട് നായർ സമുദായത്തിൽ ലയിച്ചു എന്നും മലബാർ മാനുവൽ വോളിയം 1 പറയുന്നുണ്ട്. 1881 സെൻസസിൽ 362 രജപുത്ര നായന്മാരുണ്ടായിരുന്നതായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. വീണ്ടും തിരുവിതാംകൂർ രാജാവ് നായർ വംശജനാണെന്ന് ഇന്ത്യൻ ആൻറ്റിക്വറി വോളിയം 26 പറയുന്നുണ്ട്. തിരുവിതാംകൂർ രാജാവ് നായർ വംശജനാണെന്ന് ഇന്ത്യൻ ആൻറ്റിക്വറി വോളിയം 26 പറയുന്നുണ്ട്. കണ്ണൂർ രാജാവും കൊച്ചി രാജാവായ അഞ്ചിക്കൈമളും പശുക്കളെയും ബ്രാഹ്മണരെയും സംരക്ഷിക്കാമെന്ന് പ്രതിജ്ഞയെടുത്തിരുന്ന ക്ഷത്രിയ നായന്മാരായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ഫ്രാൻസിസ് സേവിയർ ഹിസ് ലൈഫ് ഹിസ് ടൈംസ് വോളിയം 3 എന്ന പുസ്തകത്തിലാണ് അത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഫ്രാൻസിസ് സേവിയർ 16-ാം നൂറ്റാണ്ടിൽ ഇവിടെ ജീവിച്ചിരുന്ന ഒരു മിഷണറി ആയിട്ട് കണക്കാക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ഇന്തോനേഷ്യയിലും ഇന്ത്യയിലും 1545 മുതൽ 1549 വരെ അദ്ദേഹം സഞ്ചാരം നടത്തി. അതിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുള്ള ഡയറി രേഖപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. കണ്ണൂരിലെ രാജാവും കൊച്ചി രാജാവായിരുന്ന അഞ്ചിക്കൈമൾ, അന്ന് കൊച്ചിയിലെ ഇപ്പോഴത്തെ രാജവംശമായ പെരുമ്പടപ്പ് രാജവംശം വന്നില്ലായിരുന്നു. അന്ന് കൊച്ചി ഭരിച്ചിരുന്നത് അഞ്ചിക്കൈമൾ എന്ന നായർ രാജാവായിരുന്നു. അപ്പോൾ കണ്ണൂർ രാജാവും അഞ്ചിക്കൈമൾ രാജാവും പശുക്കളെയും ബ്രാഹ്മണരെയും സംരക്ഷിക്കാമെന്ന് പ്രതിജ്ഞയെടുത്തിരുന്ന നായർ ക്ഷത്രിയരായിരുന്നുവെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു ഫ്രാൻസിസ് സേവിയർ ഹിസ് ലൈഫ് ആൻഡ് ഹിസ് ടൈംസ് വോളിയം 3 എന്ന പുസ്തകത്തിൽ. കേരളത്തിലെ നായന്മാർ ക്ഷത്രിയന്മാരാണെന്ന് മദർ റൈറ്റ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കടത്തനാട് രാജാവ് നായർ രാജാവാണെന്ന് ദി ഇംപീരിയൽ ഗസറ്റിയർ ഓഫ് ഇന്ത്യ 1840-1900 എന്ന ഡോക്യുമെൻറ്റിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വീണ്ടും മലബാർ കിങ്സ് ആർ നായർ ക്ഷത്രിയാസ്, ദി ഇൻറ്റേർണൽ സ്ട്രക്ചർ ഓഫ് നായർ കാസ്റ്റ് ആൻഡ് ആന്ത്രപ്പോളജിക്കൽ റിസർച്ച് ബൈ ക്രിസ്റ്റഫർ ഫുള്ളർ. ഇത് 1975 ഡോക്യുമെൻ്റാണ്. അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മലബാറിലെ രാജാക്കന്മാരെല്ലാം നായർ ക്ഷത്രിയർ ആയിരുന്നു. ഇത് വേറൊരു പുസ്തകത്തിലും ഇതിൻ്റെ റെഫറൻസ് ഉണ്ട്. സം ആസ്പെക്ട്സ് ഓഫ് നായർ ലൈഫ്, റോയൽ ആന്ത്രപ്പോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഗ്രേറ്റ് ബ്രിട്ടൻ, 1918 പുസ്തകമാണ്. അതിലും പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ അല്ലെങ്കിൽ മലബാറിലെ രാജാക്കന്മാർ നായന്മാർ ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് വേറെ കേരള ജേണൽ ഇൻ ടൈം പാർട്ട് 2 പറഞ്ഞിട്ടുണ്ട് ഈ വസ്തുത. കന്യാകുമാരി ജില്ല, ഇന്നത്തെ കന്യാകുമാരി ജില്ലയുടെ പഴയ പേരായ നാഞ്ചിനാട്ടിലെ നാടുവാഴികൾ അഥവാ രാജാക്കന്മാർ നായന്മാരായിരുന്നുവെന്ന് ചേര ശിലാശാസനങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചേര ശിലാശാസനത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് നാഞ്ചിനാട് അഥവാ ഇന്നത്തെ കന്യാകുമാരി ജില്ലയിലെ പഴയ നാടുവാഴികൾ അല്ലെങ്കിൽ രാജാക്കന്മാർ നായന്മാർ ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഇൻഡെക്സ് ടു ചേര ഇൻസ്ക്രിപ്ഷൻസിൽ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ കേരളത്തിലെ രാജാക്കന്മാരെല്ലാം നായന്മാരും ക്ഷത്രിയരുമായിരുന്നുവെന്ന് ദ ഹിസ്റ്ററി ഓഫ് ഹൈദർ അലി ഖാൻ ബഹദൂർ, ഹൈദർ അലിയുടെ ചരിത്രം ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ദ ഫാൾ ഓഫ് ഹിന്ദുയിസം എന്ന പുസ്തകത്തിലും അത് പറഞ്ഞിട്ടുണ്ട്. വീണ്ടും എട്ടുവീട്ടിൽ പിള്ളമാർ ക്ഷത്രിയ വംശജരാണെന്ന് മാർക്ക് ഡിലനോയ് പറഞ്ഞിട്ടുണ്ട്. തിരുവിതാംകൂറുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ഡച്ച് കമാൻഡറായിരുന്നു മാർക്ക് ഡിലനോയ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എട്ടുവീട്ടിൽ പിള്ളമാർ ക്ഷത്രിയർ തന്നെ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. വീണ്ടും ചിറക്കൽ രാജവംശവും കടത്തനാട് രാജവംശം, കോട്ടയം രാജവംശം, കുറുങ്ങനാട് രാജവംശം. സോ ചിറക്കൽ, കടത്തനാട്, കോട്ടയം, കുറുങ്ങനാട് രാജവംശം ഇവർ നായർ രാജാക്കന്മാരായിരുന്നുവെന്ന് ഹിസ്റ്ററി ഓഫ് ടിപ്പു സുൽത്താൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്.
കോട്ടയം രാജവംശം എന്ന് പറയുന്നത് പഴശ്ശിരാജയുടെ ആ കുടുംബം അടങ്ങുന്ന ഒരു രാജവംശമാണ്. ഇത് ഹിസ്റ്ററി ഓഫ് ടിപ്പു സുൽത്താൻ എന്നുള്ള പുസ്തകത്തിൽ അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഇതുണ്ട്, ക്ഷത്രിയ നായർ ചാവേറുകൾ സൂയിസൈഡ് സ്ക്വാഡായി ചേര ചോള യുദ്ധത്തിൽ പങ്കെടുത്ത് ചോളന്മാരെ യുദ്ധത്തിൽ നിന്നും പിന്തിരിപ്പിക്കുന്നതിലും യുദ്ധം നീട്ടിവെക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിച്ചു. അത് 1020 മുതൽ 1102 വരെയുള്ള രാമവർമ്മ കുലശേഖരൻ്റെ ശിലാശാസനങ്ങളിലാണ് ഇത് ലഭ്യമായിട്ടുള്ളത്. വേറെ ഒരു റെഫറൻസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റെഫറൻസ് വരുന്നത്, ക്ഷത്രിയരായിട്ടുള്ള ചാലൂക്യന്മാർ അവരിൽ ധാരാളം വിഭാഗങ്ങൾ നായർ സമുദായത്തിൽ ലയിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റെഫറൻസാണ്, നായർ ക്ഷത്രിയർ, ചേരന്മാർ നായർ ക്ഷത്രിയരായിരുന്നു എന്നുള്ള റെഫറൻസ് ഏർലി സോവറിങ്സ് ഓഫ് ട്രാവൻകൂർ, എം സുന്ദരൻപിള്ള, മനോന്മണി എം സുന്ദരൻപിള്ള എഴുതിയതാണ്. ഏർലി സോവറിങ്സ് ഓഫ് ട്രാവൻകൂർ അതിൽ പറഞ്ഞിട്ടുണ്ട്. ചേര കിങ്സ് ഓഫ് ദ സംഘം പീരിയഡ്, ശേഷയ്യർ എന്ന് പറയുന്ന ചരിത്രകാരൻ എഴുതിയ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ചേരൻ വഞ്ചി എന്ന് പറയുന്ന ഒരു തമിഴ് ഗ്രന്ഥത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. കൃഷ്ണസ്വാമി അയ്യർ എഴുതിയതാണ്. മിഡീവൽ കേരള, പി കെ രാജ എന്ന ചരിത്രകാരൻ എഴുതിയ മിഡീവൽ കേരള എന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആൻഷ്യൻ കേരള, അച്യുതമേനോൻ എഴുതിയ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. റൈസ് ഓഫ് ട്രാവൻകൂർ, എ പി ഇബ്രാഹിം കുഞ്ഞ് എഴുതിയ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ചേരന്മാർ ക്ഷത്രിയരായ നായന്മാരായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകങ്ങളാണ് ഇതെല്ലാം. ഏർലി സോവറിങ്സ് ഓഫ് ട്രാവൻകൂർ, ചേര കിങ്സ് ഓഫ് ദ സംഘം പീരിയഡ്, ചേരൻ വഞ്ചി, മിഡീവിയൽ കേരള, ആൻഷ്യൻ കേരള, റൈസ് ഓഫ് ട്രാവൻകൂർ, പിന്നെ രാമവർമ്മ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ബുള്ളറ്റിൻ, കേരള സൊസൈറ്റി പേപ്പേഴ്സ്, TAS ട്രാവൻകൂർ ആർക്കിയോളജിക്കൽ സീരീസ്, ബുദ്ധിസം ഇൻ കേരള, എ വോയേജ് ടു ഈസ്റ്റ് ഇൻഡീസ്, ലണ്ടൻ. ഇതിലെല്ലാം പറഞ്ഞിട്ടുള്ളത് നായന്മാർ ക്ഷത്രിയർ ആണെന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള പുസ്തകങ്ങളാണ്, ഡോക്യുമെൻസുമാണ്. TAS ട്രാവൻകൂർ ആർക്കിയോളജിക്കൽ സീരീസ്, ബുദ്ധിസം ഇൻ കേരള, എ വോയേജ് ടു ഈസ്റ്റ് ഇൻഡീസ്, ലണ്ടനിൽ പ്രസിദ്ധീകരിച്ചതാണ് 1800. ദ കേരള സ്റ്റോറി, ദി ഓറിജിൻ ഓഫ് മലബാർ നായേഴ്സ്, കവളപ്പാറ മൂപ്പിൽ നായർ സ്വരൂപം ചേരവംശമാണെന്നും ഇതിൽ പറഞ്ഞിട്ടുണ്ട്. മീനച്ചിൽ കർത്താക്കൾ രജപുത്ര ക്ഷത്രിയരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കൊച്ചി പടത്തലവനായിരുന്ന ഇടിക്കേള വിക്രമമേനോൻ നായർ ക്ഷത്രിയനാണെന്ന് വാർ അഗനിസ്റ്റ് ട്രാവൻകൂർ എന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. 1754 ഉള്ള ഒരു പുസ്തകമാണ് വാർ അഗനിസ്റ്റ് ട്രാവൻകൂർ. അതിൽ പറഞ്ഞിട്ടുണ്ട്, കൊച്ചി പടത്തലവന്മാരായിരുന്ന ഇടിക്കേള വിക്രമമേനോൻ നായർ ക്ഷത്രിയൻ ആയിരുന്നു. കൊച്ചിൻ സ്റ്റേറ്റ് മാനുവലിലും കേരള ചരിത്രം എന്ന പുസ്തകത്തിലും ഇത് പറഞ്ഞിട്ടുണ്ട്. രേഖകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്, ചാലൂക്യ രാജവംശത്തിൽ പെട്ട രാജകുടുംബാംഗങ്ങൾ ധാരാളമായിട്ട് നായർ സമുദായത്തിൽ ലയിച്ചു. ക്ഷത്രിയ ചാലൂക്യ രാജവംശത്തിൽ പെട്ട ധാരാളം കുടുംബാംഗങ്ങൾ നായർ സമുദായത്തിൽ ലയിച്ചു എന്ന് രേഖകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. PCM രാജ ഹിസ്റ്ററി ഓഫ് സാമൂതിരി എന്ന് പറയുന്ന പുസ്തകത്തിൽ സാമൂതിരി കുടുംബാംഗമായിട്ടുള്ള അദ്ദേഹം തന്നെ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ കുലശേഖര പെരുമാൾ ബിരുദം കരസ്ഥമാക്കിയ നായർ രാജാവാണെന്ന് 1743 ഡച്ച് ഗവർണർ ഗള്ളനസി ഡച്ച് രാജകുടുംബത്തിനയച്ച കത്തിൽ പറയുന്നു. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഡച്ച് ഇൻ മലബാർ, വേണാടും തിരുവിതാംകൂറും തുടങ്ങിയ പുസ്തകങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ കുലശേഖര പെരുമാൾ ബിരുദം കരസ്ഥമാക്കിയ നായർ രാജാവാണ് എന്നാണ് 1743 ഡച്ച് ഗവർണറായിരുന്ന ഗള്ളുനസി ഡച്ച് രാജകുടുംബത്തിനയച്ച കത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അടുത്തത്, അറയ്ക്കൽ മുസ്ലിം രാജവംശം ആൺവഴിയും പെൺവഴിയും നായർ രാജവംശജർ ആയിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഡച്ച് ഇൻ മലബാർ, മാർഷ്യൽ റേസസ് ഓഫ് അൺഡിവൈഡഡ് ഇന്ത്യ,
കേരള ചരിത്രം പേജ് 205, ഗസറ്റിയർ ഓഫ് ഇന്ത്യ, ഇൻ്റർനാഷണൽ ഇസ്ലാമിക് എൻസൈക്ലോപീഡിയ മുതലായിട്ടുള്ള മേജർ ഡോക്യുമെൻസിൽ ഇത് ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. അറക്കൽ മുസ്ലിം രാജവംശം, കേരളത്തിലെ ഏക മുസ്ലിം രാജവംശമായ കണ്ണൂരിലെ അറക്കൽ മുസ്ലിം രാജവംശം ആൺവഴിയും പെൺവഴിയും നായർ രാജവംശങ്ങളാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആൺവഴി എന്ന് പറയുമ്പോഴത്തേക്ക് അരജൻ കുളങ്ങര നായർ ആണ്. പെൺവഴി ചിറക്കൽ രാജാവിൻ്റെ മകൾ. രാജാവിൻ്റെ മകൾ എന്ന് പറയുമ്പോൾ നായർ സ്ത്രീ ആയിരിക്കുമല്ലോ. നായന്മാർ കേരളത്തിലെ ക്ഷത്രിയരായിരുന്നു എന്ന് ലാൻഡ് ഓഫ് ചാരിറ്റി എന്നുള്ള പുസ്തകത്തിൽ സാമുവൽ മിറ്റിയർ എന്ന മിഷണറി പറഞ്ഞിട്ടുണ്ട്. ദ ലാൻഡ് ഓഫ് പെരുമാൾസ്, ഫ്രാൻസിസ്കൻ ഡേ, അദ്ദേഹവും അത് പറഞ്ഞിട്ടുണ്ട്. സ്റ്റോറി ഓഫ് ബുദ്ധിസം എന്ന പുസ്തകത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. നായന്മാർ കേരളത്തിലെ ക്ഷത്രിയരായിരുന്നുവെന്ന് മിഷണറി സാമുവൽ മിറ്റിയർ അദ്ദേഹത്തിൻ്റെ ലാൻഡ് ഓഫ് ചാരിറ്റിയിൽ പറഞ്ഞിട്ടുണ്ട്. ഫ്രാൻസിസ് ഡേയുടെ ദ ലാൻഡ് ഓഫ് പെരുമാൾസിൽ പറഞ്ഞിട്ടുണ്ട്. ദ സ്റ്റോറി ഓഫ് ബുദ്ധിസം എന്ന പുസ്തകത്തിലും അത് റെഫർ ചെയ്തിട്ടുണ്ട്. വേണാട് രാജവംശം നായന്മാർ ആയിരുന്നുവെന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെൻ്റായ മുതലിയാർ രേഖകളിൽ പറഞ്ഞിട്ടുണ്ട്. 1634 മുതലിയാർ രേഖകൾ. അപ്പോൾ 17-ാം നൂറ്റാണ്ട് മുതൽ ഈ നായ്ക്കന്മാരുമായിട്ടുള്ള യുദ്ധം 16 നൂറ്റാണ്ട് 17-ാം നൂറ്റാണ്ട്, പിന്നീട് മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിലും ഈ മുതലിയാർ പടത്തലവന്മാരുടെ നേതൃത്വത്തിൽ നടന്ന വേണാട് ആക്രമണങ്ങളുമൊക്കെ നമുക്ക് ചരിത്രത്തിൽ അതിൻ്റെ റെഫറൻസ് ഉള്ളതാണല്ലോ. അപ്പോൾ ഈ വേണാട് സംബന്ധിച്ചിടത്തോളം മുതലിയാർ രേഖകൾ വളരെ പ്രാമുഖ്യമുള്ള ഒരു ഹിസ്റ്റോറിക്കൽ ഡോക്യുമെൻ്റാണ്. അപ്പോൾ 1634 മുതലിയാർ രേഖകളിൽ പറഞ്ഞിട്ടുള്ളത് വേണാട് രാജവംശം നായന്മാർ ആണെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഡച്ച് ലെറ്റേഴ്സിനെ ആധാരമാക്കി എഴുതിയിട്ടുള്ള കേരള ചരിത്രത്തിൽ KP പത്മനാഭ മേനോൻ പറഞ്ഞിട്ടുണ്ട്. ഇംഗ്ലീഷ് ഫാക്ടറീസ്, ഫോസ്റ്ററിൻ്റെ ഇംഗ്ലീഷ് ഫാക്ടറീസ് എന്ന ഡോക്യുമെൻറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയും 17-ാം നൂറ്റാണ്ട് 18-ാം നൂറ്റാണ്ടിൽ റോമൻ സഞ്ചാരിയായിരുന്ന പീട്രോ ഡെലാ വെല്ലി, ചൈനീസ് സഞ്ചാരി മാഹ്വാൻ, ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ റിവ്യൂ, ബൈ സ്വെറ്റ് ആൻഡ് സോഡ് എന്നീ പുസ്തകങ്ങളെ ആധാരമാക്കി പറഞ്ഞിട്ടുള്ളത് കേരളത്തിലെ രാജാക്കന്മാരെല്ലാം തന്നെ നായർ വംശജരായിരുന്നു എന്നാണ്. അതായത് ഡച്ച് ലെറ്ററുകൾ ആധാരമാക്കി ഡച്ചുകാർ ഇവിടുത്തെ രാജാക്കന്മാർക്ക് അയച്ചതും ഡച്ചുകാരുടെ രാജാക്കന്മാർക്ക് അയച്ചതുമായിട്ടുള്ള ലെറ്ററുകളെ ആധാരമാക്കി എഴുതിയിട്ടുള്ള കേരള ചരിത്രം KP പത്മനാഭ മേനോൻ ആ പുസ്തകത്തിലും പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ രാജാക്കന്മാരെല്ലാം നായർ വംശജരാണെന്ന്. ഇംഗ്ലീഷ് ഫാക്ടറീസ്, ഫോസ്റ്ററിൻ്റെ ഇംഗ്ലീഷ് ഫാക്ടറി റെക്കോർഡ്സിലും അത് പറഞ്ഞിട്ടുണ്ട്. 17-18 നൂറ്റാണ്ടുകളിൽ 17-ാം നൂറ്റാണ്ടിൻ്റെ അവസാനവും 18-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യമായിട്ട് ഇവിടെ സഞ്ചരിച്ചിരുന്ന റോമൻ സഞ്ചാരിയായിരുന്ന പെട്രോ ഡെല്ലാ വെല്ലി, അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട് കേരളം ഭരിച്ചിരുന്നത് നായർ വംശജരായിട്ടുള്ള നായന്മാരായിരുന്നു. ചൈനീസ് സഞ്ചാരിയായ മാഹ്വാനും ഇത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ റിവ്യൂവിൽ ഇത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ബൈ സ്വെറ്റ് ആൻഡ് സോഡ് എന്ന് പറയുന്ന പുസ്തകത്തിലും ഇത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അഞ്ചംഗോ ഫാക്ടറി ഡയറീസ്, അഞ്ചുതെങ്ങ് കലാപവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള അഞ്ചംഗോ ഫാക്ടറി ഡയറീസ് ഇംഗ്ലീഷ് റെക്കോർഡാണ്. അതിലും നായർ ക്ഷത്രിയരായിരുന്നു, 8 വീട്ടിൽ പിള്ളമാർ ക്ഷത്രിയ വംശജരാണെന്നും അതിൽ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ നായന്മാർ ക്ഷത്രിയ വംശജരാണെന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു മേജറായിട്ടുള്ള ഒരു റെഫറൻസാണ് ടിപ്പു സുൽത്താൻ എ വില്ലൻ ഓർ ഹീറോ എന്ന് പറയുന്ന പുസ്തകം. ടിപ്പു സുൽത്താൻ എ വില്ലൻ ഓർ ഹീറോ, ഇന്ത്യൻ ആൻറ്റിക്വറി 1914 മുതലായിട്ടുള്ള പുസ്തകങ്ങളിൽ അത് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേരള ഡിസ്ട്രിക്ട് ഗസറ്റിയർ പാലക്കാട്, സ്റ്റേറ്റ് ഗസറ്റിയർ ഉണ്ട്, ഗസറ്റിയർ ഓഫ് ഇന്ത്യ ഉണ്ട്. ഇതിലെല്ലാം നായന്മാർ ക്ഷത്രിയ വംശജരാണ്, കേരളത്തിലെ ഭരണാധികാരികളാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് കേരള ഡിസ്ട്രിക്ട് ഗസറ്റിയർ പാലക്കാട്, അതിൽ പറഞ്ഞിട്ടുള്ളത് നായർ രാജാക്കന്മാർ ക്ഷത്രിയ രാജാക്കന്മാരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മിലിറ്ററി റെമിനിസൻസ് എ ജേണൽ എന്നുള്ള പുസ്തകത്തിലും ഇതിൻ്റെ റെഫറൻസ് ഉണ്ട്. വീണ്ടും തിരുവിതാംകൂർ രാജവംശത്തിലോട്ട്, തിരുവിതാംകൂർ രാജാവ് ഒരു നായർ രാജാവാണെന്ന് 1683 കർമ്മലീത്ത മിഷണറി വിൻസസ മാരിയ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്.
ഇതൊക്കെ പോപ്പിന് അയക്കാൻ വേണ്ടി തയ്യാറാക്കുന്ന റെക്കോർഡുകളാണ്. അതിലാണ് പറഞ്ഞിട്ടുള്ളത് തിരുവിതാംകൂർ രാജാവ് നായർ രാജവംശമായിരുന്നു. അപ്പോൾ ഈ രാജാവ് ഭരണാധികാരി ഏത് കാസ്റ്റാണ്, ഇവിടെയുള്ള ഏതൊക്കെ കാസ്റ്റുകളാണ് ജനങ്ങൾ എന്നൊക്കെ രേഖപ്പെടുത്തിയതിന് ശേഷം അവർ ഈ മിഷണറി പ്രവർത്തനങ്ങൾ അതനുസരിച്ച് സ്ട്രാറ്റജൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ അവർ ചെയ്യുന്നത്. അപ്പോൾ കർമ്മലീത്ത മിഷണറി 1683 വിൻസെസോ മാരിയ എന്ന് പറയുന്ന കർമ്മലീത്ത മിഷണറി 1683 തിരുവിതാംകൂർ രാജാവ് നായർ വംശജനാണെന്ന് ഒരു റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇതേ കാര്യം തന്നെയാണ് ട്രാവൻകൂർ ഡൈനാസ്റ്റിക് റെക്കോർഡ്സിലും പറഞ്ഞിട്ടുള്ളത്. ജിനോളജി ഓഫ് സോവറിങ്സ് ഓഫ് ട്രാവൻകൂർ, ജേർണൽ ഓഫ് കേരള സ്റ്റഡീസ് വോളിയം 10 ഇതിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് തിരുവിതാംകൂർ രാജാക്കന്മാർ നായന്മാരാണെന്ന്. അപ്പോൾ തിരുവിതാംകൂർ രാജാക്കന്മാർ നായന്മാരാണെന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള നമ്മൾ ധാരാളം സോഴ്സുകൾ നേരത്തെ പരാമർശിച്ചു. കൂടാതെ ഇവിടെയും ഈ സോഴ്സുകളിലും അത് പറയുന്നുണ്ട്. 1683 കർമ്മലീത്ത മിഷണറി ആയിരുന്ന വിൻസെസ മാരിയ അദ്ദേഹം രേഖപ്പെടുത്തിയത് തിരുവിതാംകൂർ രാജാക്കന്മാർ നായർ വംശജരാണ്. ട്രാവൻകൂർ ഡൈനാസ്റ്റിക് റെക്കോർഡ്സിലും ഇത് പറഞ്ഞിട്ടുണ്ട്. ജിനോളജി ഓഫ് സോവറിങ്സ് ഓഫ് ട്രാവൻകൂർ, ജേർണൽ ഓഫ് കേരള സ്റ്റഡീസ് വോളിയം 10 ഇത് സൂചിപ്പിച്ചിട്ടുണ്ട്, പരാമർശിച്ചിട്ടുണ്ട്, റെഫർ ചെയ്തിട്ടുണ്ട്. ക്ഷത്രിയരായിട്ടുള്ള നായന്മാർ AD 4-ാം നൂറ്റാണ്ടോടുകൂടി കേരളത്തിൽ കൂടുതൽ ശക്തരായി മാറിയെന്ന് ഹിസ്റ്ററി ഓഫ് അലൈസ് എന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഹിസ്റ്ററി ഓഫ് അലൈസ് എന്നുള്ള പുസ്തകത്തിൽ അത് റെഫർ ചെയ്തിട്ടുണ്ട്. ദക്ഷിണ കാനറയിലെ, അതായത് തുളുനാട്ടിലെ കാഞ്ചോർ എന്ന് പറയും, ദക്ഷിണ കാനറയിലെ കനാജർ രാജാവ് ക്ഷത്രിയനായ നായർ ആണെന്നും അദ്ദേഹത്തിൻ്റെ പേര് നായർ ഹെഗ്ഡെ ആയിരുന്നുവെന്നും പറയുന്നു. അതിൻ്റെ ഒരു റെഫറൻസ് ഉണ്ട്. നായർ ക്ഷത്രിയർ ചേരന്മാർ എന്നുള്ളത് ധാരാളം റെഫറൻസുകൾ നമ്മൾ നേരത്തെ അത് സൂചിപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെയാണ് നായേഴ്സ് ആർ കേരള ക്ഷത്രിയാസ് എന്ന് പല പുസ്തകങ്ങളിലും പറഞ്ഞിട്ടുള്ളത്. മൾട്ടി കൾച്ചറൽ പെർസ്പെക്റ്റീവ്സ് ഓൺ ജെൻഡർ റിലേഷൻസ് പ്രധാനമായിട്ടുള്ള ചില പുസ്തകങ്ങളാണ്. നായന്മാർ കേരളത്തിലെ ക്ഷത്രിയരായിരുന്നു എന്ന് റെഫർ ചെയ്തിട്ടുള്ള, രേഖപ്പെടുത്തിയിട്ടുള്ള പുസ്തകങ്ങൾ. മൾട്ടി കൾച്ചറൽ പെർസ്പെക്റ്റീവ്സ് ഓൺ ജെൻഡർ റിലേഷൻസ്, ഇന്ത്യ ദ ഫീമെയിൽ ഇൻ ഐബേറിയൻ ഫാമിലീസ്, സൊസൈറ്റീസ് ആൻഡ് കൾച്ചേഴ്സ്, ഇന്ത്യ സെൽഫ് ആസ് എ ബോഡി ഇൻ ഏഷ്യൻ തിയറി ആൻഡ് പ്രാക്ടീസ്. അടുത്ത പുസ്തകം ദ ക്രൈസിസ് ഓഫ് ഇന്ത്യ, ദ വെസ്റ്റ് ഓഫ് സ്കോട്ട്ലൻഡ് മാഗസീൻ ആൻഡ് റിവ്യൂ വോളിയം 1 ഇഷ്യൂ 1, ഇന്ത്യ എ മോഡേൺ ഹിസ്റ്ററി, ഇന്ത്യൻ പൈറേറ്റ്സ് ഫ്രം ദ ഏർലിയസ്റ്റ് ടൈംസ് ടു ദ പ്രസൻറ്റ് ഡേ, മഹാഭാരത ഇൻ പെർഫോമൻസ്. ശ്രദ്ധിക്കുക, മഹാഭാരത ഇൻ പെർഫോമൻസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ നായർ ക്ഷത്രിയരെക്കുറിച്ചുള്ള റെഫറൻസ് ഉണ്ട്. ജേർണൽ ഓഫ് ദി ഏഷ്യാറ്റിക് സൊസൈറ്റി ബോംബെ വോളിയം 5 നായർ ക്ഷത്രിയരാണെന്നുള്ള റെഫറൻസ് ഉണ്ട്. ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസസ് എന്ന് പറയുന്ന ഒരു കൾച്ചറൽ ബുക്കിലും നായന്മാർ ക്ഷത്രിയന്മാരാണെന്നുള്ള റെഫറൻസ് ഉണ്ട്. അപ്പോൾ ധാരാളം റെഫറൻസുകളുണ്ട് നായന്മാർ ക്ഷത്രിയർ ആണ് എന്നുള്ളത്. തിരുവിതാംകൂർ രാജാവ് നായർ ജാതിയിൽപ്പെട്ടതാണെന്ന് വീണ്ടും റെഫറൻസുകൾ ധാരാളം വരുന്നുണ്ട്. ജേർണൽ ഓഫ് കേരള എന്ന് പറയുന്ന പുസ്തകത്തിൽ 185-ാമത്തെ പേജിൽ അത് പറയുന്നുണ്ട്. നായന്മാർ ക്ഷത്രിയരായിരുന്നു, തിരുവിതാംകൂർ രാജാക്കന്മാരും ക്ഷത്രിയരായിരുന്നു എന്നുള്ളത് അതിൽ പറയുന്നുണ്ട്. മൺസൂൺ ഇസ്ലാം എ ട്രേഡ് ആൻഡ് ഫെയ്ത്ത് ഓൺ ദ മിഡീവൽ മലബാർ എന്ന് പറയുന്ന പുസ്തകത്തിലും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം റെഫറൻസുകൾ സൂചിപ്പിച്ചത് നായർ സമുദായത്തെ ആധുനിക കാലഘട്ടത്തിലെ ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ നായർ സമുദായാംഗങ്ങൾ അവരുടെ ചരിത്രത്തെ മറ്റുള്ളവർ വികലമായി ചിത്രീകരിക്കുകയും നായന്മാർ ശൂദ്രന്മാർ ആണെന്ന് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ പ്രചരണത്തിൽ വീഴാതിരിക്കുകയും നമ്മുടെ ക്ഷത്രിയ പാരമ്പര്യത്തിൽ ആത്മാഭിമാനമുള്ള ഒരു ജനതയായി വളർന്നു വരുവാനും നമ്മുടെ പുതുതലമുറയും വരുന്ന തലമുറകളെയും പ്രബോധനം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം റെഫറൻസുകൾ നമ്മൾ ഇവിടെ പ്രസൻറ്റ് ചെയ്തത്. നായന്മാരിലും ചാതുർവർണ്ണ്യം ഉണ്ടായിരുന്നു.
ബ്രാഹ്മണരായിട്ടുള്ള നായന്മാർ, ക്ഷത്രിയ നായന്മാർ, വൈശ്യ നായന്മാർ, ഇവർക്ക് സേവനങ്ങൾ ചെയ്തിരുന്ന മറ്റ് ജാതികളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ശൂദ്രരായിട്ടുള്ള സമുദായക്കാർ. അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ചെയ്യാം. ഇതിൽ ഈ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ നായന്മാരിൽ ഇന്ന് 90% ക്ഷത്രിയ നായന്മാരാണ്. ഇന്ന് നമ്മൾ അറിയപ്പെടുന്ന പൊതുവിഭാഗത്തിൽപ്പെടുന്ന നായന്മാരെല്ലാം തന്നെ ക്ഷത്രിയ നായന്മാരാണ് 90%. പഴയകാലത്ത് ബ്രാഹ്മണ നായന്മാരെ അന്തണർ എന്നും ക്ഷത്രിയ നായന്മാരെ അരജൻ, രാജാവ്, പടനായർ, സൈനികൻ എന്നും പറഞ്ഞിരുന്നു. വൈശ്യനായന്മാരെ ആര്യ വണികർ, രാവാരി അല്ലെങ്കിൽ വ്യാപാരി, തരകൻ, ഗുപ്തൻ എന്നും പറഞ്ഞിരുന്നു. അപ്പം ഇതിൽ അടുത്ത ശൂദ്ര വിഭാഗത്തിൽ വരുന്ന ഈ സവർണ ജനവിഭാഗങ്ങൾക്കും നായന്മാർക്കും സേവനങ്ങൾ ചെയ്തിരുന്ന ശൂദ്ര വിഭാഗത്തിൽപ്പെടുന്ന ജനവിഭാഗങ്ങളും ഉണ്ട്. അവർ മറ്റ് സമുദായങ്ങളിൽ നിന്നും അവരെ തിരഞ്ഞെടുക്കപ്പെട്ടതാണ്, ശൂദ്രന്മാരായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ മറ്റൊരു വീഡിയോയിൽ കൂടെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്കത് പരിശോധിക്കാവുന്നതാണ്.